നമസ്കാരം. അങ്ങനെ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അത് യാഥാർത്ഥ്യം ആയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 9:30 ശേഷം ഇന്ത്യയും അമേരിക്കയും ഇപ്പോൾ പഴയ ഇന്ത്യ അമേരിക്കയുമല്ല, രണ്ട് രാജ്യങ്ങളും പരസ്പരം വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന രണ്ട് ശത്രു രാജ്യങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. അത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ വന്നിരിക്കുന്ന ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അടിസ്ഥാന കാരണം അമേരിക്ക ഏകപക്ഷീയമായി ചുമത്തിയിരിക്കുന്ന വലിയ ഭീമമായ നികുതിയാണ്. ആദ്യം 25% പറഞ്ഞു, പിന്നീട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ പിഴയായി 25% കൂടി, അങ്ങനെ മൊത്തം 50% നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രസിഡന്റ് ട്രംപിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ തീവ്ര ദേശീയതയുടെയോ അല്ലെങ്കിൽ കടുത്ത എന്താ പറയുക രാജ്യസ്നേഹം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകൾ ഏറ്റുപാടിക്കൊണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യ ഇത് അതിജീവിക്കും, ഇന്ത്യ ഇതിനെതിരെ പോരാടും എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് ഈ ഒരു വെല്ലുവിളിയെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിന് കാരണമുണ്ട്. കാര്യം, ഇന്ത്യ നടത്തുന്ന കയറ്റുമതികളിൽ നേരെ 18% അത് അമേരിക്കയിലോട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 50% നികുതി ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു 18% വരുന്ന കയറ്റുമതി അതിനെ കാര്യമായി ബാധിക്കും. അത്രയും സാധനങ്ങൾ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ അതിന് അടിയന്തരമായി ബദൽ വിപണികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതത്ര എളുപ്പവുമല്ല. അപ്പോൾ വരുന്ന കാലയളവിൽ കുറഞ്ഞത് ഒരു 2-3 വർഷത്തേക്കെങ്കിലും നിലവിലെ സാഹചര്യം തുടർന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് ഗുരുതരമായി ബാധിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. GTRI, അതായത് ജോർജിയ ടെക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ നടത്തിയ അനുമാനത്തിൽ, അവരുടെ പഠനത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 2/3 അമേരിക്കയിലോട്ട് ഇപ്പോൾ നടത്തുന്ന കയറ്റുമതിയുടെ ഏതാണ്ട് 2/3 ഈ കടുത്ത ഒരു നികുതി ഘടനയുടെ പരിധിയിൽ വരും. അതായത് 50% നികുതി നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നതിൻ്റെ പകുതിയിലധികം സാധനങ്ങളും ഈ 50% നികുതി ഘടനയിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഗുരുതര പ്രതിസന്ധി. എന്നാൽ ചില ഇനങ്ങൾക്ക് ഏതാണ്ട് 30% വരുന്ന സാധനങ്ങൾക്ക് നികുതി രഹിതമായിട്ടാണ് അമേരിക്കയിൽ വിറ്റഴിക്കാൻ പറ്റുക. നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിന് അതിന് തടസ്സമില്ല. പ്രധാനമായിട്ടും മരുന്നുകളടക്കമുള്ളവ, പിന്നെ ചില ഇലക്ട്രോണിക് സാധനങ്ങളടക്കമുള്ളവയൊക്കെ ചില ഇനങ്ങൾക്കൊക്കെ പൂർണ്ണമായും നികുതി രഹിതമാക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് 30%, ആകെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ വെറും 30% വരുള്ളൂ. പിന്നെ ഒരു 4% വരുന്ന വസ്തുക്കൾക്ക് 25% വരെ നികുതി വരും. പിന്നെ വരുന്ന ഏതാണ്ട് 66% വരുന്ന സാധനങ്ങൾക്ക് ഈ പറയുന്ന 50% നികുതി നമ്മൾ അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇന്ത്യ അമേരിക്കയിലോട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ കയറ്റുമതി ഏതാണ്ട് $86.5 ബില്യൺ കയറ്റുമതിയാണ് നടത്തിയത്. എന്നാൽ ഇനിയുള്ള കാലയളവിൽ ഈ കയറ്റുമതി ഏതാണ്ട് $49.6 ബില്യൺ ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏതാണ്ട് നമ്മൾ അവിടെ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് 60.2 ബില്യൺ വരുന്ന സാധനങ്ങൾക്ക് നമ്മൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൊത്തം കയറ്റുമതി ചെയ്തത് ഏതാണ്ട് 86.5 ബില്യൺ ആണെങ്കിൽ അതിൽ ഏതാണ്ട് 60.2 ബില്യൺ വരുന്ന $60.2 ബില്യൺ വരുന്ന സാധനങ്ങൾക്കാണ് ഇനി 50% നികുതി കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്രയും ഭീമമായ ഒരു നികുതി അടച്ചുകൊണ്ട് സാധനങ്ങൾ അവിടേക്ക് കയറ്റി അയക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉൽപ്പാദകർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് അടക്കമുള്ളവർക്ക് ഭീമമായ നഷ്ടം സഹിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ ഈ ഒരു സാഹസത്തിന് മുതിരാൻ സാധ്യതയില്ല. സ്വാഭാവികമായും അതിവിടെ കെട്ടിക്കിടക്കും. ഇനി മറ്റൊരു സാധ്യത, ഇത്രയും ഭീമമായ നികുതി അത് നമ്മൾ ചുമത്തിക്കൊണ്ട് ഈ സാധനങ്ങൾ അമേരിക്കയിലെത്തിയാൽ തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിൽ അത് വിലവർദ്ധനവിന് കാരണമാകും. അപ്പോൾ അത്രയും വലിയ വില നൽകി ഈ സാധനങ്ങൾ വാങ്ങാൻ അവിടെ ആളുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർ ഈ നികുതി ഘടന അനുസരിച്ചുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ തയ്യാറാകില്ല. അങ്ങനെയും ഇന്ത്യയിൽ ഇത്തരം സാധനങ്ങൾ കെട്ടിക്കിടക്കും എന്നുള്ളതാണ്. ഈ കെട്ടിക്കിടക്കുന്ന ഇന്ത്യയിൽ വരുന്ന ഈ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് 66% വരുന്ന സാധനങ്ങളിൽ ഏറിയ പങ്കും നമ്മുടെ ചെറുകിട സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. ഉദാഹരണമായി പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതേപോലെ
ജെംസ് ആൻഡ് ജ്വല്ലറി, അതായത് നമ്മുടെ ആഭരണങ്ങൾ. പിന്നെ ഏറിയ പങ്കുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തനത് ഉൽപ്പന്നമായ കാർപ്പറ്റുകൾ, നമ്മുടെ ചകിരി ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല, കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് പല വസ്തുക്കളും ഉപയോഗിച്ച്, ജൂട്ടടക്കം ഉപയോഗിച്ച് കാർപ്പറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്, അവയ്ക്കും. പിന്നെ ഷ്രിമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ, സമുദ്ര ഉൽപ്പന്നങ്ങൾ മൊത്തത്തിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ 50% നികുതി ഏർപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ ധാരാളം പേർ തൊഴിൽ എടുക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു യന്ത്രം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളല്ല ഇതെല്ലാം. നിരവധിയായ തൊഴിലാളികൾ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റൈൽ മേഖല, നമ്മുടെ ഈ കൈത്തറി അടക്കമുള്ള മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന വേതനം നിങ്ങൾക്കറിയാമല്ലോ. എത്രയോ അധികം പേരാണ് അവിടെ പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയർ ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവർക്ക് കിട്ടുന്ന വേതനം, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ചെമ്മീൻ സംസ്കരണ ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവർക്ക് കിട്ടുന്ന വേതനം. അപ്പോൾ ഇതൊക്കെ, ഈ സാധനങ്ങൾ ഇവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുത്തെ ഉൽപ്പാദനം പ്രതിസന്ധിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇവിടെയുള്ള തൊഴിലാളികൾ പട്ടിണിയിലാകുന്ന ഒരവസ്ഥയിലുണ്ടാകും. അത്തരം ഒരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച് അത് തരണം ചെയ്യുക വളരെ ശ്രമകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവർ നടത്തിയ ഒരു സാധ്യത, അവർ പറഞ്ഞ ഒരു വസ്തുത എന്തെന്നാൽ, ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി ഇന്ത്യ വെട്ടിക്കുറയ്ക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റഷ്യയുമായിട്ടുള്ള സഹകരണം തുടരണം, പക്ഷേ നമ്മുടെ കയറ്റുമതി നമ്മുടെ ഇല്ലാണ്ടാകും. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ കരുതിയാണ്. കാരണം കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. നമ്മൾ ഏതാണ്ട് രാജ്യത്ത് ആവശ്യമുള്ള 87% ഇന്ധനവും ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൻ്റെ ആഘാതം നമ്മുടെ സമ്പദ്ഘടനയെ വല്ലാണ്ട് ബാധിക്കും. എന്നാൽ ഇത് അനുവദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കയറ്റുമതി, ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതി ചുമത്തുന്നത് ഈ ഒരു കാരണത്താലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ കയറ്റുമതി വലിയ പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ കയറ്റുമതി വല്ലാണ്ട് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് നമ്മൾ പരിഹരിക്കാൻ നോക്കിയാൽ മറ്റൊന്ന് ഗുരുതരമാകും. ഇത്തരത്തിൽ ഒരു വെല്ലുവിളിയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നതെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവരുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. ഇനി അമേരിക്കയും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ല. കാരണം ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇത്രയും വലിയ നികുതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സാധനങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം പേർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ, അവിടെ വലിയൊരു ഇന്ത്യൻ സമൂഹം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്ര വില കൊടുത്തും അവർ വാങ്ങാൻ തയ്യാറായെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വലിയൊരു വിലക്കയറ്റത്തിന് കാരണമാകും. അത് അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ പണപ്പെരുപ്പം സൃഷ്ടിച്ചാൽ, നേരത്തെ ട്രംപ് ഭരണകൂടം ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഏതാണ്ട് 1.4 മുതൽ 1.7 വരെയായിരുന്നു പണപ്പെരുപ്പം ഉണ്ടായത്. നിലവിൽ അവിടെ 2.7 പണപ്പെരുപ്പം. അമേരിക്കൻ സമ്പദ്ഘടന ഒരു കാരണവശാലും അവരുടെ പണപ്പെരുപ്പം 2% മുകളിൽ ഉയരാൻ ആഗ്രഹിക്കാത്തതാണ്. അപ്പോൾ നിലവിൽ 2.7 ഉള്ളപ്പോൾ പുതിയ സാഹചര്യത്തിൽ അത് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോളറിൻ്റെ മൂല്യത്തെ അത് കാര്യമായി ബാധിക്കാനിടയുണ്ട്. നിലവിൽ അവരുടെ ഫെഡറൽ റിസർവ്, അവിടുത്തെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 4.5 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ നിരക്ക്. അതായത് അവരുടെ രാജ്യത്ത് വിതരണം ചെയ്യുന്ന പലിശ നിരക്ക് ഏകദേശം 4.5. ഇത് വെട്ടിക്കുറയ്ക്കണം എന്ന് കടുംപിടുത്തം പിടിക്കുന്ന ഒരാളാണ് ട്രംപ്. അതിൻ്റെ പേരിൽ ഫെഡറൽ റിസർവിൻ്റെ അധികൃതരുമായിട്ട് നിരന്തരം വാക്പോര് നടത്തുന്ന ഒരാൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അവിടെ ഈ വെട്ടിക്കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാങ്ക് റേറ്റ് വെട്ടിക്കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പണപ്പെരുപ്പം കുറയേണ്ടതുണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നികുതി ഘടന വരുമ്പോൾ സ്വാഭാവികമായും അവിടെ പണപ്പെരുപ്പം കൂടും. അപ്പോൾ ഈ ബാങ്ക് റേറ്റ് വെട്ടിക്കുറയ്ക്കൽ സാധിക്കില്ല. അത് ട്രംപിന് തന്നെ വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു തരത്തിൽ അമേരിക്കയുടെ നയങ്ങളിൽ വലിയ രീതിയിലൊരു തിരിച്ചടി നേരുമ്പോൾ ചില രാജ്യങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കണം. പ്രത്യേകിച്ചും ചൈന, വിയറ്റ്നാം, മെക്സിക്കോ, തുർക്കി. കാര്യം ചൈനയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി വെറും 27.9%. നേരത്തെ 200-ൽ പരം നികുതി ചൈനയിൽ നിന്ന് ഈടാക്കുമെന്ന് പറഞ്ഞിടത്താണ് 27.9 ട്രംപ് എത്തിയേക്കുന്നത്. വിയറ്റ്നാമിന് 20% ഉള്ളൂ, മെക്സിക്കോയ്ക്ക് 25% ഉള്ളൂ, തുർക്കിക്ക് 10% ഉള്ളൂ. ചില രാജ്യങ്ങൾക്ക് അടിസ്ഥാന നികുതിയായ 10%
ആ പരിധിയിലും ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ബദൽ ഈ രാജ്യങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് മാറുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണി കീഴടക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഇന്ത്യയെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു, നമ്മൾ ഒരു കടുത്ത ദേശീയ ബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ വെല്ലുവിളി സധൈര്യം നേരിടുമെന്നുള്ള ഗീർവാണം അടിക്കോ അപ്പുറം യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്നത് കടുത്ത വെല്ലുവിളിയാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം അത് അത്ര എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. പക്ഷേ സാധിക്കും. അതിന് കുറച്ച് കാലയളവുണ്ട്, കുറച്ച് കാലതാമസം എടുക്കും. അതുവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കാൻ തയ്യാറായേ